100% പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ ഉണ്ടാവാനേ പറ്റില്ല. ഒരു വീഡിയോ ഒരാൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ 3 സെക്കൻഡെങ്കിലും ആളെ ഹുക്ക് ചെയ്തിരുത്തണം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളത് നമ്മൾ ലീഗലി ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കേണ്ട ആവശ്യകതയുണ്ടോ? ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാംസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കാംസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഫ്യൂച്ചറിലേക്ക് അതൊരു ഇഷ്യൂ ആയേക്കാം. ആധികാരികമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ഡാറ്റ ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്നോ ഇല്ലെന്നോ എന്നും. ആളുകൾക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ ഫേസ് കൊണ്ടുവന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെച്ചിട്ട് പറയാൻ എക്സാക്ട്ലി ഒരു ടൈമുണ്ട്. അപ്പോൾ അത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിലാണ് ഇതിൽ നിലനിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ബാലൻസ്. അവർക്ക് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യണേക്കാൾ ബെറ്റർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് അറ്റ് ദിസ് മൊമെന്റ്. കാരണം അവർ കൂടുതൽ ലോസിലേക്ക് പോകുള്ളൂ. അപ്പോൾ അത് ലീഗലി അവരാരും ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അത് കീപ്പ് ചെയ്ത് പോവുക. ആർക്കും നമ്മൾ കാരണം ഒരു നെഗറ്റീവ് ഇത് കിട്ടാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഒരുപക്ഷെ വിറ്റ്നസ് ചെയ്യുന്നത്. ഈ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ മുതൽ ഇൻ്റർനെറ്റ് മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് AI കാലഘട്ടത്തിലാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ലോകം ഭരിക്കുന്നത് തന്നെ AI ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റിയൽ ഏതാണ്, AI ഏതാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സംശയം, കൺസേൺ എന്ന് തന്നെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AI-യെക്കുറിച്ചാണ്, AI-യുടെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ചാണ്, പോസിബിലിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ആദ്യത്തെ AI ഇൻഫ്ലുവൻസറുടെ ക്രിയേറ്ററും ഫൗണ്ടറുമായ കാശിനാഥ് ആൻഡ് വീഡിയോ എഡിറ്റർ നിഖിൽ മാത്യു ആണ്. ഹലോ, നമസ്കാരം. വെൽക്കം ടു സ്റ്റോറി സീറ്റ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് AI-യെക്കുറിച്ചാണ്. എക്സാക്ട്ലി നിങ്ങളുടെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത് AI തന്നെയാണ്. യെസ്, അപ്പോൾ ശരിക്കും അശ്വതി അച്ചു എന്നുള്ളൊരു AI ഇൻഫ്ലുവൻസറെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്, അത് ശരിക്കും നമ്മൾ ഏത് രീതിയിലാണ് പറയേണ്ടത്? ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണോ, അത് പ്യോർലി ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണോ? അതെ, ഇപ്പോൾ അശ്വതി അശ്വിനെ എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകേണ്ടി വരും. ലൈക്ക് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് ടൂൾ, ജസ്റ്റ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ എന്ന രീതിയിലാണ് അശ്വതി അശ്വിനെ പ്ലാൻ ചെയ്തത്. ബട്ട് നോക്കി വന്നപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അത് പോസിബിൾ ആയില്ല. ബട്ട് അശ്വതി അശ്വനെ വൈറലാവും ചെയ്തു. സോ നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു, ലൈക്ക് ആസ് എ മാർക്കറ്റിംഗ് ഏജൻസി എന്നൊരു രീതിയിൽ. സോ ആൻഡ് ഓൾസോ അശ്വതി അശ്വിന് ഒരു ഇൻസ്പിറേഷൻ ആവാനൊരു തിങ് ഉള്ളത്, ഐത്താന ലോപ്പസ് എന്നുള്ളൊരു AI ഇൻഫ്ലുവൻസർ ഉണ്ട്. ഒരു പിങ്ക് ഹെയർ ആയിട്ട് സ്പാനിഷ് AI ഇൻഫ്ലുവൻസറാണ്. ഐത്താന ലോപ്പസ് ആണ് ലൈക്ക് വൺ ഓഫ് ദ ഫസ്റ്റ് പോപ്പുലർ AI ഇൻഫ്ലുവൻസർ. സോ അതെല്ലാം കണ്ടപ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊരു ഡിസ്കഷൻ ഉണ്ടായി, നമുക്കും ഇതുപോലെ ചെയ്യാം. നമുക്കിതുപോലെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഒരു ഇൻഫ്ലുവൻസറിനെ ഹയർ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് കുറേ ലാഭിക്കാം എന്നൊക്കെ ഒരു ടോക്ക് ഉണ്ടായി. സോ അതിൽ നിന്ന് വന്നതാണ് അശ്വതി അച്ചു എന്നുള്ളൊരു AI ഇൻഫ്ലുവൻസർ. ഓക്കെ, ഇപ്പം ഈ ഒരു അശ്വതി അച്ചു എന്നുള്ള പേരെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ കാലഘട്ടം ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു പേരാണ് അശ്വതി അച്ചു. ഒരാൾക്ക് തന്നെ അവരുടെ റിയൽ ഐ ഡി ഉണ്ടായിരിക്കും, ഒരുപക്ഷെ ഫേക്ക് ഐ ഡിക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്നത് അശ്വതി അച്ചു എന്ന രീതിയിലാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ അശ്വതി അച്ചു എന്നുള്ളൊരു പേര് യൂസ് ചെയ്തത് ശരിക്കും എന്തെങ്കിലും ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഏത് രീതിയിലാണത്? മെയിൻലി അശ്വതി അച്ചു എന്നുള്ളൊരു പേരിട്ടാൽ തന്നെ അത് ഫേക്ക് ആണ് എന്നാരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഫേക്ക് ആണെന്ന്. ഇപ്പോൾ എനിക്ക് പോലും അശ്വതി അച്ചു എന്നൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ പണ്ട്. സോ അതിൻ്റെ ഒരു തിങ്ങാണ്. പിന്നെ കരിക്കലെല്ലാം വന്ന് നല്ല പോപ്പുലർ ആണല്ലോ, ലൈക്ക് അശ്വതി അച്ചു ലൈക്ക് ഉള്ള ആളാണോ അതോ ഫേക്ക് ആണോ എന്നുള്ളൊരു തിങ് എല്ലാവർക്കും ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഇട്ടൊരു നെയിമാണ്. പിന്നെ അതെല്ലാവർക്കും കണക്റ്റ് ആവുകയും ചെയ്തു. ലൈക്ക് ആ ഒരു നെയിം കണ്ട് മാത്രം ഫോളോ ചെയ്തവരും ആ ഒരു അക്കൗണ്ട് ഷെയർ ചെയ്ത കുറേ പേരുണ്ട്. അതെ, പക്ഷേ ഇത് കണക്റ്റ് ആവാത്തത് നോർത്ത് ഇന്ത്യൻസിനാണ്. ലൈക്ക് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് റിയൽ ആണെന്ന് വിചാരിച്ച് കുറേ പേര് എന്നും മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. അതെ, സോ അങ്ങനെ ഒരു തിങ് ഉണ്ട്. ലൈക്ക് കേരളത്തിലെല്ലാവർക്കും ഇത് റിയൽ അല്ല ഫേക്ക് ആണെന്ന് മനസ്സിലായപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് അറിയില്ലല്ലോ അശ്വതി അച്ചു എന്നൊരു തിങ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തിങ് ഉണ്ടായതിൽ. അപ്പോൾ ശരിക്കും അശ്വതി അച്ചുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നമ്മൾ ഒരുപാട് ബ്രാൻഡ്സായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ബ്രാൻഡ്സിന് വേണ്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ നമുക്ക് ഫസ്റ്റ് വന്നൊരു കൊളാബ് എന്ന് പറയുന്നത് ഒരു 2024 അശ്വതി അച്ചുവിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു 1 year ആകുമ്പോഴാണ്. ഞങ്ങളൊക്കെ ലൈക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എപ്പോഴാണ് കൊളാബ് വരുന്നത്. പക്ഷേ വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അതും ഓക്സിജൻ ആയിട്ട് അവരുടെ ഡിസംബറിലെ ക്രിസ്മസ് സെയിലിൻ്റെ പാർട്ടായിട്ട്. ദെൻ അത് കഴിഞ്ഞ് പിന്നീട് കൊളാബ്സ് വരാൻ വളരെ ഈസി ആയിരുന്നു. ലൈക്ക് ഫസ്റ്റ് കൊളാബ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒരുപാട് കൊളാബ്സ് വന്നു. ലൈക്ക് കുറച്ച് നല്ല ബ്രാൻഡ്സ് ആയി ലുലു, വണ്ടർല, HP വേൾഡ്, സിസ്മാൻടെക്, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ആയിട്ടെല്ലാം കൊളാബ് ചെയ്തു. പിന്നെ മാർസ് കോസ്മെറ്റിക്സ്, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ആയിട്ടും ചെയ്തു. പിന്നെ അതല്ലാതെ ഇവർക്ക് വേണ്ടി AI വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും കൂടെയുണ്ട്, ലൈക്ക് കൊളാബ് അല്ലാത്ത വീഡിയോസ്. സോ അങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ്ലി
മൂവ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും നിങ്ങളുടെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സിന് ഇങ്ങനെ തൊട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കോൺസെപ്റ്റും. ഇപ്പം HP കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നിർമ്മൽ. അപ്പം ഭയങ്കര രസമാണ് കാണാൻ തന്നെ. ശരിക്കും നമുക്ക് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയാണോ, ഏത് രീതിയിലാണ്, ഏത് തലയിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത് കോൺസെപ്റ്റൊക്കെ? കോൺസെപ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വൈറാലിറ്റി. ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കും. ക്രിസ്മസിന് നമ്മളൊരു വീഡിയോ കീർത്തി നിർമ്മലിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സാന്റാക്ലോസ് ഡിപ്രഷനിലാണ്, സാന്റാക്ലോസ് കേരളത്തിലേക്ക് ഇത്തവണ വരുന്നില്ല എന്ന് പറയുമ്പോൾ മാവേലി സാന്റാക്ലോസിനെ വിളിച്ചുകൊണ്ട് വരുന്നു, കഞ്ഞി കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ അവിടെ ഒരു ഷോക്ക് ഫാക്ടർ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പം മാവേലിയും സാന്റാക്ലോസും ഒരുമിച്ചൊരു വീഡിയോയിൽ വരുന്നു, അങ്ങനത്തെ രീതിയിൽ നമുക്ക് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യുന്ന എന്തും കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊരു യൂണിവേഴ്സിൽ നിന്നും ഏതൊരു ആൾക്കാരെയും കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് വരുമ്പോൾ മെയിൻലി ഇപ്പം കാശിയാണ് കൂടുതലും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ടീമിലേക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എന്താണ് ഇപ്പൊ വൈറലായി നിൽക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം ഷോക്ക് ഫാക്ടർ ആണ്. ഒരു വീഡിയോ ഒരാൾ കാണണം എന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ 3 സെക്കൻഡെങ്കിലും ആളെ ഹുക്ക് ചെയ്തിരുത്തണമല്ലോ. അപ്പോൾ ആ ഒരു 3 സെക്കൻഡിൽ മാക്സിമം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു തിങ്. എനിക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോയിൽ ഒരു ന്യൂസ് വായിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം, ബ്രേക്കിംഗ് ന്യൂസ് എന്ന രീതിയിലൊരു സംഭവം കൊണ്ടുവന്നിരുന്നു. അത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ലൈക്ക് ഒരുപാട് വീഡിയോസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ബട്ട് മോശമായിട്ട് ഒരുപാട് വീഡിയോസ് അങ്ങനെ വന്നു, ഈ അഖിൽ, വിഷ്ണു അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അതിനെ ട്രെൻഡ് ആക്കാനും ട്രെൻഡ് ആയതിനെ ഫോളോ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ അഡ്വർടൈസ്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അശ്വതി അച്ചു എന്നുള്ളത് ഒരു പ്യോർലി ഒരു അഡ്വർടൈസ്മെന്റ് ടൂളായിട്ട് മാത്രമാണോ, അതോ ബിസിനസ് കൺവേർഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? ഏത് രീതിയിലാണത്? ജസ്റ്റ് ഒരു ഫേസ് മാത്രമായിട്ടാണോ വരുന്നത്? എങ്ങനെയാണ് ബിസിനസ് കൺവേർഷൻസ്? ആക്ച്വലി ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏജൻസി റൺ ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ ഒരു ബ്രാൻഡിനെ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ഇതുവരെ ഉണ്ടായ കൺവേർഷൻസ് എല്ലാം തന്നെ അശ്വതി അച്ചു എന്നൊരു പേജിലേക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജസ് ത്രൂ കൺവേർട്ട് ആയതാണ്. സോ നമുക്ക് അങ്ങനെ ഒരു വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലൈക്ക് അശ്വതി അച്ചു എന്നൊരു പേജ് ഉള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചില മന്ത്സിലെല്ലാം 30+ മില്യൺ വ്യൂസ് അങ്ങനെ ആവറേജ് വരുന്ന മന്ത്സ് ഉണ്ട്. സോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൺവേർട്ട് ആവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബ്രാൻഡ്സ് എല്ലാം നോക്കുമ്പോൾ അവർക്കൊരു വലിയൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റിന് പകരം ചെറിയൊരു മാർക്കറ്റിംഗ് ബഡ്ജറ്റിലെ വീഡിയോ ചെയ്യാവുന്നതാണ് ആക്ച്വലി ഷൂട്ടിന് പകരമായിട്ട്. സോ അങ്ങനെ അവർക്കും ഹെൽപ്ഫുൾ ആണ്, നമുക്കും ഹെൽപ്ഫുൾ ആണ്. സോ ഈ ഒരു പേജ് ഉള്ളതുകൊണ്ട് നമുക്ക് പെയ്ഡ് ആയിട്ട് ആഡ്സ് റൺ ചെയ്യേണ്ട നീഡും വരുന്നില്ല. അതെ, നമ്മളിപ്പോൾ അശ്വതിനെ വെച്ചിട്ട് ആഡ് ചെയ്യുന്നു എന്നൊന്നുമല്ല, ബേസിക് ആയിട്ട് വെറുതെ നമ്മളൊരു നല്ലൊരു വൈറൽ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയുടെ വൈറാലിറ്റി കണ്ട് അതിൽ നിന്നും നമുക്കൊരു, എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ചിലപ്പോൾ 10 ക്ലയൻസ് ഒക്കെ ആയിരിക്കും വരുന്നത് നമുക്ക്. ചിലതൊക്കെ നമുക്ക് കൊളാബ് ആയിരിക്കും, ചിലത് കൊളാബ് അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ട് വർക്ക് ചെയ്ത് അവരൊക്കെ അവരുടെ പേജ് റിലീസ് ചെയ്യാനും അങ്ങനെ ഏജൻസീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു ആ രീതിയിൽ. ഓക്കെ, ഇതിപ്പോൾ പോപ്പുലർ ബ്രാൻഡ്സ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് മാറാനും പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ ഇൻഫ്ലുവൻസർ, ഇൻഫ്ലുവൻസർ 2 രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആർക്കാണ് ഒരു ലോങ് ടേമിൽ നിൽക്കാൻ പറ്റുന്നത്? ആർക്കായിരിക്കും? ഇപ്പോൾ റിയൽ ഇൻഫ്ലുവൻസറുടെ കേസിൽ പറയുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് റിയൽ ഇൻഫ്ലുവൻസേഴ്സിന് തന്നെയായിരിക്കും ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇൻഫ്ലുവൻസറെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ പിന്നിൽ ഒരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ഉണ്ട്, അവർക്ക് ഒരു അജണ്ട ഉണ്ട്, അത് പുഷ് ചെയ്യാനും ഇപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിട്ടോ അങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ലോസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവ് അത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ റിയൽ ഹ്യൂമൻ ബീങ്സിന് കിട്ടുന്നതും AI ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്ന എക്സ്ക്ലൂസീവ് നമ്പേഴ്സ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ റിയൽ ഹ്യൂമൻ ബീങ്ങിന് ഒരു 200 എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ അത് റീച്ചുള്ള AI ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എക്സ്ക്ലൂസീവിന് ചിലപ്പോൾ ഒരു 5 മെമ്പേഴ്സ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇപ്പം ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ റിയൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ AI കാരണം? ലൈക്ക് AI കാരണം അവർക്ക് മെയിൻലി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ലൈക്ക് ആ ഒരു ആക്ച്വലി വാച്ച് ടൈം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാം, അല്ലാതെ ട്രസ്റ്റ് ഫാക്ടർ പോകുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ട്രസ്റ്റ് ഫാക്ടർ എപ്പോഴും കൂടുതൽ ഈ പറഞ്ഞതുപോലെ റിയൽ ഇൻഫ്ലുവൻസേഴ്സിന് തന്നെയായിരിക്കും. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ വെച്ച് ചെയ്യാൻ പറ്റുന്നത് വീഡിയോസ് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കുറേ കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു റിയൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് ഒരു കുറച്ചും കൂടി ഹ്യൂജ് ബിസിനസ്സിനൊക്കെ കൺവേർഷൻ കൊണ്ടുവരാൻ പറ്റുന്നത് റിയൽ ഇൻഫ്ലുവൻസേഴ്സിനായിരിക്കും ഇപ്പോഴും. ഫോർ എക്സാമ്പിൾ പേളിമണിയുടെ ഒക്കെ കേസ് പറയുന്നത്, പേളിമണിയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു കൺവേർഷൻ റേറ്റ് എന്തായാലും ഇൻഫ്ലുവൻസറിന് അടുത്ത കാലത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന് ടൈം എടുക്കും. ലൈക്ക് എന്തായാലും ഈക്വൽ ആവാനുള്ള സാധ്യതയെക്കാളും രണ്ടുപേരും കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും, ഇൻഫ്ലുവൻസേഴ്സും
റിയൽ ഇൻഫ്ലുവൻസേഴ്സും കോ എക്സിസ്റ്റ് ചെയ്യുന്നു പോകുന്നതായിരിക്കും ഒരു ഫ്യൂച്ചറായിട്ട് വരാൻ സാധ്യത. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ കേസിൽ നമുക്ക് അശ്വതി അശു എന്നൊരു ക്യാരക്ടറെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലോങ് ടൈമിലേക്ക് എത്ര വർഷം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സെയിം ഏജിൽ തന്നെ കാണിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് അവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ടോം ആൻഡ് ജെറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എന്നും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഒരു പോപ്പ് കൾച്ചർ ക്യാരക്ടർ രീതിയിൽ. ഓക്കെ, ഇപ്പം റിയൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അവർക്കൊരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് ശരിക്കും പ്രവർത്തിക്കാനും. യെസ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ലൈക്ക് റിയൽ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അവരുടെ കോണ്ടന്റ് ക്രിയേഷനിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എഫക്റ്റ് ചെയ്യാനോ സ്പെഷ്യൽ വിഷ്വൽ ചെയ്യാനായിട്ടോ അങ്ങനെ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് ഹുക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ഇനി AI ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നമ്പർ വളരെ ഇൻക്രീസ് ആയി വരും. ലൈക്ക് ഒരു 5 years കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കേരളത്തിലൊരു 1000 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ 1000 അല്ല അതിനേക്കാളും കൂടും ഓഫ് കോഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 1000 ആണെങ്കിൽ AI ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൗണ്ട് ചിലപ്പോൾ ഒരു 5000 10,000 ആയേക്കാം. ലൈക്ക് അതുപോലെ AI ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൗണ്ട് കൂടി വരാണ് ഇപ്പോൾ. ക്രിയേറ്റ് ചെയ്യാൻ ഈസി ആവും തോറും. ഇപ്പോഴും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അശ്വതി അശു അങ്ങനെ കുറച്ച് പേജസ് ആയിരിക്കും. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പക്ഷെ ഒരുപാട് വന്നു. ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ടച്ച് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ വന്നത് വളരെ കുറച്ച് പേജസ് ആണ്. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പിന്നെയും കുറച്ചും കൂടി പേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിന് ഇനി നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം നമ്മൾ അശ്വതി അച്ചുവിൻ്റെ കാര്യം എടുത്തപ്പോൾ പലരും മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും ചിലരൊക്കെ ഇപ്പം കണക്ഷന് വേണ്ടിയിട്ട് നോക്കുന്ന, ഇപ്പം നമുക്ക് പലരും ഇപ്പം ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പലരും ഒരു കണക്ഷൻ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അവർ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് അശ്വതി അച്ചുമായിട്ടുള്ള ഒരു കണക്ഷൻ? എങ്ങനെയാണ് ഒരു എൻജിനീയർഡ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആണോ? ഏത് രീതിയിലാണ് അവർക്ക് മെൻ്റലി ഏതെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അശ്വതി അശുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ലൈക്ക് റിപ്ലൈ കൊടുക്കാറില്ല. ലൈക്ക് ഇതുപോലത്തെ മെസ്സേജസിന് ബ്രാൻഡ്സിൻ്റെ മെസ്സേജസ് അല്ലാതെ ബാക്കി മെസ്സേജസിന്. ബട്ട് അതല്ലാതെ ഞങ്ങളൊരു ലാസ്റ്റ് 2025 ഏപ്രിൽ ടൈമിലൊക്കെ ഒരു ചാറ്റ് ബോട്ട് റിലീസ് ചെയ്തിരുന്നു അശ്വതി അശുവിൻ്റെ പേഴ്സണാലിറ്റി വെച്ചിട്ട്. ലൈക്ക് മംഗ്ലീഷ് ചാറ്റ് ബോട്ട് ആയിരുന്നു. അപ്പോൾ അതെല്ലാം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തു. 1 hit ആയിരുന്നു. ലൈക്ക് ഒരു 1 day ഉള്ളിൽ തന്നെ അറൗണ്ട് ഒരു 10K യൂസേഴ്സാണ് വന്നത് ആ ഒരു ചാറ്റ് ബോട്ടിൽ. അതെ, എന്നിട്ട് ഞങ്ങൾക്കത് ലൈക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഒരു 5 to 10 days കാരണം അതിൻ്റെ ഞങ്ങളുടെ APIയുടെ ലിമിറ്റ് ഹിറ്റ് ചെയ്ത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് കോസ്റ്റ് കുറച്ചായിട്ട്. അതെ, കാരണം അത്രയും പേര് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇവ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയെല്ലാം ലൈക്ക് പഠിക്കുന്നതിൻ്റെ ഡൗട്ടൊക്കെ ചോദിക്കാനായിട്ട് ചാറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ വേറെ പർപ്പസസിന് ചാറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. കുറേയൊക്കെ ലൈക്ക് എക്സ്പ്ലിസിറ്റ് ചാറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതിനോട്. കാരണം ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു ഗേൾ ചാറ്റ് ചെയ്യുന്ന പോലെ, ആക്ച്വലി ഒരു ഹ്യൂമൻ ബീങ് ചാറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു അത്. നമ്മളന്നത് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ChatGPTയോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം, ജെമിനയോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. പക്ഷെ അതിലൊക്കെ ചാറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആ ഒരു പേഴ്സണൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് ചാറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു ഫീലിംഗ് അതിനുണ്ടാക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോഴും നമ്മുടെ വാട്സ്ആപ്പ് ബിസിനസ് നമ്പറിൽ മെസ്സേജ് വരാറുണ്ട്, ആ ചാറ്റ് ബോട്ട് ഇപ്പോൾ ഇല്ലേ, അതെങ്ങനെയെങ്കിലും ഒന്ന് ബ്രിങ് ബാക്ക് ചെയ്യുമെന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഒരു ടൈമിൽ ജെമിനയൊക്കെ ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഇപ്പോൾ ജെമിനയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചാറ്റ് ചെയ്യും. നമ്മുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. കുറച്ചും കൂടി ലിസൺ ചെയ്യാനുള്ളത് ജെമിനയാണ് അല്ലെങ്കിൽ ChatGPT ആണ്. അപ്പോൾ ആ ഫ്രണ്ട് ഈ പറയുന്ന അശ്വതി അശ്വിൻ്റെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് അതിനേക്കാളും ബെറ്ററാണ്, എന്നിട്ട് അത് പോയ സമയത്ത് പിന്നെ ലൈക്ക് അത് എന്തിനാ കളഞ്ഞത്, അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി അറിയാവുന്നവരും പുറത്തുനിന്നുള്ളവരും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും എഡിക്റ്റഡ് ആവുന്നു, ഒരുപാട് ഡിപ്പെൻഡഡ് ആവുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അശ്വതി അശു എന്നൊരു പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ബോട്ട്സ് വേറെ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റ ചാറ്റ് ബോട്ട്സ്. അതിൽ അശ്വതി അശു എന്നൊരു പേരിൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ തന്നെ. അപ്പോൾ അതിനോട് ചാറ്റ് ചെയ്തിട്ട് തെലങ്കാനയിലുള്ള ഒരാൾ ലൈക്ക് കൈൻഡ് ഓഫ് റിയൽ ആണെന്ന് തന്നെ വിശ്വസിച്ചിട്ട് ലൈക്ക് അവർ മാരേജ് ഒക്കെ ഉറപ്പിച്ചു ചാറ്റ് ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ സ്ഥലം കണ്ണൂരാണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചു. അശ്വതി വെച്ചു അതിൽ ചാറ്റ് ബോട്ട് പറഞ്ഞു കണ്ണൂരാണ് സ്ഥലം, നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തെലങ്കാനയിലുള്ള ആൾ സാരി കൊണ്ട് ട്രെയിനിൽ വന്നു, ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു. അത് ബിഗ് ന്യൂസ് ആയിരുന്നു ആ ടൈമിൽ. എന്നിട്ട് അത് ഡോക്ടർ ക്രോമൻ്റിൽ എടുത്ത് സ്റ്റോറി ഇട്ടു. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇത് ഞങ്ങളാണെന്ന്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പം എനിക്കിങ്ങനെ 1 മിനിറ്റിലൊരു 10 മെസ്സേജ് വെച്ച് വരാണ്, നീ അയാളെ പറ്റിച്ചില്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. സോ അത് ഒരു വൻ ഇഷ്യൂ ആയിരുന്നു ആ ടൈമിൽ. അപ്പം ആണെന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഇപ്പോൾ ആ ഒരു ചാറ്റിംഗ് ബോട്ടിൻ്റെ കേസിൽ അത് ക്രിയേറ്റഡ് ബൈ മെറ്റ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയി തന്നെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത് റിയൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവയർനെസ് എല്ലാവരും സ്വയം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക
എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആൾക്കാരെ സ്കാം ചെയ്യാനും പറ്റിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? അപ്പോൾ ശരിക്കും ഒരുപാട് AI ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ AI ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് അവർ ലീഗലി അവർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് ലൈക്ക് കറൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ലൈക്ക് ബയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നവരാണ് ലൈക്ക് ഇൻഫ്ലുവൻസർ ആണ് എന്ന്. ബട്ട് എന്നാലും ഇപ്പോൾ ബയോ വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണല്ലോ. ഡയറക്റ്റ് കയറി മെസ്സേജ് അയക്കാണ് മിക്കവരും ചെയ്യുന്നത്. സോ ബട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിലും ഇൻസ്റ്റയിൽ വരുന്ന കോണ്ടന്റിനെല്ലാം ലൈക്ക് AI ഇൻഫോ എന്നൊരു ടാഗ് കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം. പക്ഷേ അതിപ്പോൾ റിയൽ ആൾക്കാരുടെ പോസ്റ്റിന് പോലും പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ടാഗിൽ അധികം കാര്യമില്ല. ദെൻ ഇതിലെ മെയിൻലി ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ തന്നെയാണ് സംതിങ് ചെയ്യേണ്ടത്. ലൈക്ക് AI കോണ്ടന്റ് എല്ലാം വെച്ച് ട്രെയിൻ ചെയ്ത് ഡിറ്റക്ഷൻ അവർ തന്നെയാണ് റിലീസ് ചെയ്യേണ്ടത്. അല്ലാതെ ലൈക്ക് ക്രിയേറ്റേഴ്സ് അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം AI ഇൻഡസ്ട്രിയിലെ തന്നെ മെയിൻ തിങ് ഉള്ളത് റിയൽ ആവാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതാണ് മിക്ക കോണ്ടന്റും മിക്ക AI ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത്. അത് അശ്വതി അച്ചു ആണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, റിയൽ ആവാനായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്ന പോലെ. അതെ അതെ പറ്റിക്കപ്പെടരുത്. അതെ അതെ നമ്മൾ കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതെപ്പോ അല്ല, അശ്വതി അച്ചു എന്ന പേരാ കേരളത്തിലെ യൂത്ത് ഒരുപാട് നാൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം മുൻപ്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അശ്വതി അച്ചു AI എന്ന് പറയുന്ന ആ ഒരു പേര് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഇട്ടതാണ്. ആരും നമ്മൾ കാരണം പറ്റിക്കപ്പെടരുത്. കാരണം അന്ന് അശ്വതി അച്ചുവിന്റെ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടാണ് ഉണ്ടാക്കിയത്. റിയൽ ആയിട്ട് തോന്നണം എന്നുള്ളൊരു സംഭവം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഫോട്ടോസ് ഇട്ടത്. പക്ഷെ അത് കണ്ടാരും തെറ്റിദ്ധരിക്കരുത് എന്ന രീതിയിൽ അശ്വതി അച്ചു AI ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു കൂടുതലും നോർത്ത് ഇന്ത്യൻ ആയിരുന്നു നമുക്ക് ആദ്യത്തെ ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടത്. കമന്റ് സെക്ഷൻസിലാണെങ്കിലും ഡെയിലി വന്ന് ഗുഡ് മോർണിംഗ് ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നു, വലിയ മാരിയും ഇടുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജസ്, അതൊക്കെ കാശിയാണ് വായിച്ചത്. ഒരുപാട് മെസ്സേജസ്. നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴാണ് മനസ്സിലായത്. ഞാൻ മാത്രമല്ലല്ലോ വായിച്ചത്, എന്നാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു AI ഇൻഫ്ലുവൻസർ എന്നുള്ളത് നമ്മൾ ലീഗലി ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കേണ്ട ആവശ്യകതയുണ്ടോ? അറ്റ് ദ മൊമെന്റ് അധികം സ്കാംസ് ഒന്നും നടക്കുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ AI ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് തന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവുന്ന ടൈമിൽ സ്കാംസ് എല്ലാം നടത്താൻ വളരെ ഈസി ആയിരിക്കും. ഇപ്പോൾ മെയിൻലി ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാംസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കാംസ് ആയിരിക്കും വരാൻ പോകുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ഈ ഒരു അത്ര റിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ട് ലൈക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു റിയലിസം തന്നെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് കുറവാണ്. ബട്ട് ഫ്യൂച്ചറിലേക്ക് അതൊരു ഇഷ്യൂ ആയേക്കാം. ഓക്കെ, കാരണം അങ്ങനെ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പലതും ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആകുമ്പം എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാവുകയെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പം നിലവിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ലാലേട്ടൻ അദ്ദേഹം വരെ നമ്മുടെ കോർട്ടിലേക്ക് പോവേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പം ഫേസും അതുപോലെ തന്നെ സൗണ്ടും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഡീപ്പ് ഫേക്ക് എന്ന് പറയുമ്പോൾ? ഡീപ്പ് ഫേക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ ഇപ്പം ഡീപ്പ് ഫേക്ക് ആണെങ്കിലും ഇപ്പം ഡീപ്പ് ഫേക്ക് അല്ലാതെ തന്നെ AI വെച്ചിട്ട് ഡയറക്റ്റ്ലി ഇപ്പം ലാലേട്ടനെ വെച്ചിട്ടാണെങ്കിൽ ആരെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഏത് തരത്തിലുള്ള വീഡിയോസും ഉണ്ടാക്കാം. അപ്പോൾ അത് ഏത് തരത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉണ്ടാവുക. ഇപ്പം ലാലേട്ടനെ വെച്ച് മോശമായിട്ടൊരു വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കേസോ കാര്യങ്ങളോ പോകത്തില്ലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ ടൈമിൽ നമുക്ക് ആ ഒരു വോയിസും ആ ഒരു ഫേസും ഒക്കെ വെച്ച് ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ആ ഒരു കേസ് അത്ര സ്ട്രോങ് ആയിട്ട് വന്നതും അങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളൊരു സംഭവം വന്നതും. എന്നാൽ പോലും ലാലേട്ടൻ്റെ ഫേസുള്ള വീഡിയോസ് വരുന്നുണ്ട്, അതിൽ ചിലതൊക്കെ റിമൂവ് ആക്കപ്പെടാത്തതുണ്ട്. കാരണം അതൊന്നും വേറൊരു നെഗറ്റീവ് ഇൻറ്റൻഷനുള്ള സംഭവമല്ല. നമ്മൾ പോസിറ്റീവ് ഇൻറ്റൻഷനോടെയാണ് ചെയ്യുന്നതെങ്കിൽ, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറോടെയാണ് ചെയ്യുന്നതെങ്കിൽ അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സൺഡേ ചെയ്തൊരു വീഡിയോ ആണ് എം ജി ശ്രീകുമാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു റാപ്പറൊക്കെ പോലെ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്തൊരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് എം ജി ശ്രീകുമാർ സാർ തന്നെ നമ്മളെ വിളിക്കുകയും നമ്മളൊരു സ്റ്റേജ് ഷോയിലേക്ക് വിളിച്ചു, ഫ്ലവേഴ്സിലേക്കൊക്കെ വിളിച്ചു. പിന്നെ ആർജയായിട്ട് ഇതില് റേഡിയോ മാംഗോ ടീമുമായിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തു. അതുപോലെ ഫ്ലവേഴ്സിൽ ചെന്നു. അങ്ങനെ അവർ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ആരാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ മോശമായിട്ട് ചെയ്താൽ അപ്പോൾ അത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിലാണ് ഇതിൽ നിലനിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ബാൻ അടിച്ചു തരും. പിന്നെ ഇപ്പോൾ ഒരു മെയിൻലി എനിക്ക് തോന്നുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ ലൈക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിനെ എടുത്തിട്ട് വീഡിയോ ചെയ്യലും അവരുടെ ബ്രാൻഡ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യലും സ്റ്റാർട്ട് ചെയ്തു. സോ അപ്പോൾ ഇവരെല്ലാം എന്ന് പറയുന്നത് പെർ ആഡിനൊക്കെ എന്ന് പറഞ്ഞാൽ 1 CR 2 CR ഒക്കെ വാങ്ങുന്നവരാണ്. സോ അവരെ ലൈക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതും ബിഗ് ബ്രാൻഡ്സ് പോലും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് ഇഷ്യൂ ആണല്ലോ. സോ അതുകൊണ്ടാണ് ഇവർ മെയിൻലി ഇപ്പോൾ ലൈക്ക് ഈ ഒരു ഇഷ്യൂ ഉന്നയിച്ചതെന്ന് തോന്നുന്നു.
അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ChatGPT, Gemini ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഫാക്ടർ ഇതിനു കൂടെ ഉണ്ടോ? നമ്മുടെ പ്രൈവസി എവിടെയെങ്കിലും ലോസ് ചെയ്യപ്പെടുന്നുണ്ടോ? വെൽ, ഈ നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന ചാറ്റ് ബോട്ട്സ് എല്ലാം തന്നെ പറയുന്നത് നമ്മുടെ ഡാറ്റ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യുന്നില്ല, ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ ട്രെയിൻ ചെയ്താൽ നമുക്ക് മേ ബി ഇഷ്യൂ ആയേക്കാം. ദെൻ ഇപ്പോൾ നമ്മുടെ നെയിമിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പല ഡീറ്റെയിൽസും ചിലപ്പോൾ ഫ്യൂച്ചർ യൂസേഴ്സിന് ചാറ്റായിട്ട് പോയെന്നിരിക്കാം. സോ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് ദിസ് മൊമെൻറ്റ് അവർ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെ ട്രെയിൻ ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ മെയിൻ തിങ് തന്നെയുള്ളത് അവർക്ക് GPU കോസ്റ്റ് കൂടുതലാണ്. നമ്മുടെ ഡാറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ലോസിലേക്കേ പോവുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് അവർ ട്രെയിൻ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സോറ മോഡൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ബട്ട് അതൊരു 2 to 3 days മുമ്പ് അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. മെയിൻ റീസൺ ഉള്ളത് അവർക്ക് കോസ്റ്റ് കൂടി. സോറ കാരണം അവർ വൻ ലോസിലാണ് ഓപ്പൺ ആയി. അതെ. സോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല കോസ്റ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ മിക്കതും പെയ്ഡ് യൂസേഴ്സ് അല്ലല്ലോ, ഫ്രീ യൂസേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ പെയ്ഡ് അക്കൗണ്ടിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു അവർക്ക് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യണേക്കാൾ ബെറ്റർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് അറ്റ് ദിസ് മൊമെന്റ്. കാരണം അവർ കൂടുതൽ ലോസിലേക്ക് പോകുള്ളൂ. പിന്നെ ഈ ഡാറ്റയുടെ കേസിൽ, ഡാറ്റ പ്രൈവസിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 100% ഡാറ്റ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ ChatGPTയിലും ജെമിനയിലും ഒക്കെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൽ കൺസേൺഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതെടുത്ത് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ലൈക്ക് അത് ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ VO3 എന്നൊക്കെ പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. മലയാളത്തിൽ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോം അതായിരുന്നു. അതൊക്കെ വന്ന സമയത്ത് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്ത മിക്ക വീഡിയോസിലും അതിൻ്റെ ഓഡിയോ വരുന്നത് കാർത്തിക് സൂര്യയായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഓഡിയോ ആയിരുന്നു. കാരണം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും കാർത്തിക് സൂര്യ മലയാളത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വോയിസ് ഒക്കെ ട്രെയിൻഡ് ആയിട്ടുണ്ടായിരിക്കാം. അതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള വോയിസ് ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ ഇന്നലെ VO3 ജസ്റ്റ് ടെസ്റ്റ് ചെയ്യായിരുന്നു. ജസ്റ്റ് ഒരു കേരള മാൻ ടോക്കിംഗ് ഇൻ മലയാളം അങ്ങനെ വെറുതെ പ്രോംപ്റ്റ് കൊടുത്തു, ഒന്നും ഡിസ്ക്രൈബ് ഒന്നും ചെയ്യാത്തത്. ഓൾമോസ്റ്റ് ഷെഫ് പിള്ളയായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു ഫേസാണ് എനിക്കതിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഡാറ്റ എന്തായാലും ട്രെയിൻഡ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് ഡാറ്റ 100% പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ ഉണ്ടാവാനേ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അൺവാണ്ടഡ് ഡാറ്റ ഒന്നും പുറത്തേക്ക് പോകില്ല. ഇപ്പൊ ChatGPT ഒക്കെ ആയിട്ട് വളരെ പേഴ്സണലായിട്ട് നമ്മൾ ചാറ്റ് ചെയ്താലും അതിന്റെ പേരിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. ടാർഗറ്റ് ചെയ്ത് ആഡൊക്കെ വരുമായിരിക്കും. ഇപ്പൊ മസ്തിഷ്കമരണ മൂവി കണ്ടിരുന്നോ? ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഈ ഒരു ഫ്യൂച്ചറിൽ AI വെച്ചിട്ട് എങ്ങനെയാണ് ടാർഗറ്റഡ് ആഡ് വരിക, നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് അവർ ആഡിന് വേണ്ടി യൂസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് ആഡ്സ് ഇപ്പോൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 2 days മുമ്പ് ജസ്റ്റ് ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയാലോ എന്ന് പറയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ വരുന്ന വീഡിയോസ് ഫുൾ അതാണ്. ടർഫിൽ മെസ്സേജ് അയക്കുക ഒന്നുമില്ല, ജസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ. ആധികാരികമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ഡാറ്റ ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്നോ ഇല്ലെന്നോ എന്നും. പക്ഷെ നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത് ഡാറ്റ എങ്ങനെ വന്നാലും യൂസ് ചെയ്യും. അപ്പം നമുക്ക് അത്ര പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്, ഒരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ അല്ലേ? സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ചാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ചാറ്റിന്റെ കാര്യത്തിൽ അത് അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് പേഴ്സണലി ടാർഗറ്റഡ് ആയിട്ട് ഒരു ആഡ് വരുമായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ AI ഇൻഫ്ലുവൻസർ അവരൊരു മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ്ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ശരിക്കും ആരായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്? ഇതിപ്പോൾ സിംഗിൾ പേഴ്സൺ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്കിൽ ക്ലബ്ബ് പോലെ. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഇഷ്യൂ വരുന്നത് അതിന് ലയബിളായിട്ടുള്ളത് അതിൻ്റെ ആക്ച്വൽ ഓണർ ആരാണോ അവർ തന്നെയാണ്. ഇപ്പോൾ അശ്വതേശ് എന്തെങ്കിലും ഇഷ്യൂ കാണിച്ചാൽ ലൈക്ക് ഞാനാണ് ലയബിളായിട്ടുള്ളത് മാത്രം. ഇവർക്കൊന്നും ഇഷ്യൂ പോവില്ല. അങ്ങനെ. സോ ഇതിപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ടെസ്ല കാറിൻ്റെ ഒരു ഇഷ്യൂലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെസ്ല സെൽഫ് ഡ്രൈവിംഗ് റിലീസ് ചെയ്ത ടൈമിൽ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് ടെസ്ല ഡിസിഷൻ എടുക്കുന്നത് കാർ തന്നെയാണ്. ഇപ്പോൾ ഒരു 2 ഒബ്ജക്റ്റിനെ കൊണ്ട് വെക്കുകയാണ് മുമ്പിൽ. അതിലിപ്പോൾ ആരെ ഇടിക്കണം, അതിലിപ്പോൾ ഒരു 70-year-old ലേഡി ആയിരിക്കാം, ഒരു 10-year-old ബോയ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ആരെ ചെന്ന് ഹിറ്റ് ചെയ്യാം, 2 പേര് ഒരാളെ ഹിറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ ആരെ ഹിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനും ഉണ്ട് അവിടെ. സോ ഇതിന് ലയബിളായിട്ടുള്ളത് കാർ ഓടിക്കുന്ന ഓണറാണോ അതോ ടെസ്ല കമ്പനിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ. സോ അതുകൊണ്ട് ഈ ഏതൊക്കെ മോഡൽസിന് പിന്നിലുള്ളത് ആരാണോ, ഇപ്പോൾ ഇൻഫ്ലുവൻസറുടെ പിന്നിലുള്ളത് ആരാണോ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് മോഡലിന് പിന്നിലുള്ളത് ആരാണോ അവർ തന്നെയാണ് ഇതിനെല്ലാം ലയബിളായിട്ടുള്ളത്. ഇപ്പോൾ അശ്വതേശ്വരൻ്റെ കേസിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം മാക്സിമം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാതെ അതുപോലെ തന്നെ ഒരു നെഗറ്റീവായിട്ടൊരു തിങ്
നെഗറ്റീവ് കോണോട്ടേഷൻ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ നോക്കും. കാരണം നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മളതിൽ ഡെഡ്പൂൾ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ്പൂൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, എന്തെങ്കിലും കസ്റ്റവേർഡ്സ് പറയും. പക്ഷെ നമ്മളത് യൂസ് ചെയ്യേണ്ടെന്നാണ് കാശി പറയുന്നത്. കാരണം നമ്മൾ ബ്രാൻഡ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബ്രാൻഡ്സിന് ചിലപ്പോൾ അതൊരു ഇഷ്ടപ്പെടാതെ വന്നേക്കാം. കാരണം പേജ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബീപ്പ് സൗണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ബീപ്പ് സൗണ്ട് പോലും ഇടാതെ അത് കുറച്ചും കൂടി എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന രീതിയിലുള്ള, അപ്പം നമ്മൾ ആ ഒരു ഫാമിലി ഓഡിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്നതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് 13 വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. എന്നാലും അതിൽ താഴെയുള്ള കുട്ടികളൊക്കെ, നമ്മളിപ്പോൾ എവിടെ പോയാലും ചെറിയ കുട്ടികളൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ കൂടുതലും കാണുന്ന വീഡിയോസ് ഒക്കെ തന്നെ ആയിരിക്കും. കാരണം അവർക്കത് ഭയങ്കര എന്റർടൈൻമെന്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് ലീഗലി അവരാരും ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്ത് പോവുക. ആർക്കും നമ്മൾ കാരണം ഒരു നെഗറ്റീവ് ഇത് കിട്ടാതിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതെ. പിന്നെ ഒരു ബ്രാൻഡിന്റെ വ്യൂ എന്ന് നോക്കുകയാണെങ്കിലും ഇതുപോലെ വീഡിയോസ് ഇടുന്ന ഒരു ടീമാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ്സിനെ അസോസിയേറ്റ് ചെയ്യാൻ അധികം താല്പര്യം ഉണ്ടായിരിക്കില്ല. ലൈക്ക് ഇപ്പോൾ ബ്രാൻഡ് ഒരു ക്രിയേറ്ററായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രിയേറ്ററിന്റെ വ്യൂസ് ആൻഡ് പോയിന്റ്സിനോട് ആ ബ്രാൻഡും അലൈൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് നമുക്ക് ആ ഒരു ലൈക്ക് മോണിറ്ററി സൈഡിൽ നോക്കുകയാണെങ്കിലും ഇഷ്യൂ ആയിരുന്നു. കേരളത്തിൽ ഈ വീഡിയോ ട്രെൻഡായ സമയത്ത് എനിക്ക് തോന്നുന്നു VO3 വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡായി. ആ സമയത്ത് ഒരു 100 വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ 80 വീഡിയോസിൽ എന്തെങ്കിലും തെറി വിളിക്കുന്ന ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള സംഭവം, അങ്ങനത്തെ രീതിയിലായിരുന്നു. കാരണം ആളുകൾക്ക് പേഴ്സണലി ഇൻസ്റ്റയില് ഫേസ് കൊണ്ടുവന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെച്ചിട്ട് പറയാൻ ഒരു ടൈം ഉണ്ട്. അതാണ് അതിന്റെ ഒരു മെയിൻ തിങ്. അപ്പൊ അതുപോലെ എയുടെ കേസിൽ കേരളത്തിൽ ട്രെൻഡായ സമയത്ത് അത്, പിന്നെ രണ്ടെന്ന് പറയുന്നത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഷെയർ ചെയ്ത് പറഞ്ഞ എക്സ്ക്ലൂസീവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ രീതിയിൽ സംഭവങ്ങൾ പോകുന്നു. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഇതുപോലത്തെ തെരുവിളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കി എക്സ്ക്ലൂസീവ് നമ്മൾ യൂസ് ചെയ്തതാണെങ്കിൽ തന്നെ ഫോർ ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് മലയാളത്തിലൊരു കോഴ്സായിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് വഴി വീക്ക്ലി അപ്ഡേറ്റ്സ് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നിർത്തി മലയാളത്തിലെ ഡയറക്റ്റ് കോഴ്സ് എന്ന രീതിയിൽ ഇറക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എക്സ്ക്ലൂസീവിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ടീംസ് നമ്മളായിരിക്കും തോന്നുന്നു. കോഴ്സസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അറിയില്ല. അതങ്ങനെ തെറ്റിദ്ധരിച്ചെടുത്തവരും ഉണ്ട് ആക്ച്വലി. ലൈക്ക് അശ്വതി അശുവിന്റെ എക്സ്പ്ലിസിറ്റ് ഇമേജസോ വീഡിയോസോ ആണ് എന്ന് വിചാരിച്ചെടുത്തവരുണ്ട്. പക്ഷെ അതല്ല, ഞങ്ങളൊരു വീഡിയോ ആയിട്ടും പിന്നെ ടെക്സ്റ്റ് ആയിട്ടും തന്നെ ലൈക്ക് സ്റ്റേറ്റ് ചെയ്തിരുന്നു, ഇതിലതല്ല, നമ്മൾ ആക്ച്വലി കോഴ്സസ് ആണ്, നിങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് പോലെ നിങ്ങൾക്കും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണോ, അതെങ്ങനെയാണെന്ന് പഠിക്കണോ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ്ക്ലൂസീവ് എടുത്തോളൂ. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവിനെ പലരും കാണുന്നത് തന്നെ ഓൺലി ഫാൻസിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആയിട്ടാണ്. അവിടെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു.